ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശശിലത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ശശിലത, യഥാർത്ഥ പേരല്ല. എൻ്റെ ഇളയ മകളുടെ ഭർത്താവാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. മാഡം, ഞാനും ഹസ്ബൻഡും വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഹസ്ബൻഡിന് സ്ഥിരം ജോലിയുണ്ട്. എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഹസ്ബൻഡ് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ വീട്ടമ്മയായി കഴിയുകയായിരുന്നു. മൂത്തവൻ അവൻ ഇപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. അവിടെ സെറ്റിലാകാൻ തുടങ്ങുന്നു. ഇളയത് പെൺകുട്ടിയാണ്, അതീവ സുന്ദരിയാണ്. ഹസ്ബൻഡും ഞാനും സൗന്ദര്യമുള്ളവരാണെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ പൊങ്ങച്ചമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ഗ്ലാമർ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മോനും മോൾക്കും അതീവ സൗന്ദര്യം ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. അവളെ കണ്ട് ഇഷ്ടപ്പെട്ടൊരുത്തൻ പുറകെ നടക്കുകയായിരുന്നു. ആദ്യമേ അവൾ എന്നോട് പറഞ്ഞു. പിന്നീട് അവൾക്ക് ഇഷ്ടം തോന്നി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ കുടുംബം, അവളെക്കാൾ സൗന്ദര്യം, എല്ലാം കൊണ്ട് ചേരും. പിന്നെ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ വന്ന് പെണ്ണ് ചോദിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ചെക്കൻ വലിയൊരു കമ്പനിയിൽ ജോലിക്ക് കയറി ലക്ഷങ്ങൾ സാലറിയുമായി വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കും വേറൊരുത്തരും പറയാനില്ലായിരുന്നു. അങ്ങനെയാണ് അവളുടെ കല്യാണം ഒരു 9 മാസത്തിന് മുമ്പ് ഗംഭീരമായി നടന്നത്. നാട്ടുകാരെല്ലാം കണ്ട് ഞെട്ടിപ്പോയ ഒരു വിവാഹമായിരുന്നു. എൻ്റെ മരുമകന് വിദേശത്ത് പോകാൻ താല്പര്യമില്ല. കാര്യം അവരുടെ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനാണ്. അവന് വിദേശത്ത് സെറ്റിലാകാൻ സമ്മതിക്കില്ല. നാട്ടിൽ തന്നെ കഴിയണമെന്നാണ് അവരുടെ ആഗ്രഹം. ഒരു മോനെങ്കിലും അല്ലെങ്കിൽ ഒരു മകളെങ്കിലും നാട്ടിൽ വേണ്ടേ? അത് നല്ലതാണ്. എല്ലാവരും വിദേശത്ത് സെറ്റിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് മകളുടെ ഈ പ്രപ്പോസൽ ഞങ്ങളും അംഗീകരിച്ചത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ മരുമകൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് പോയി വരുന്നതൊന്നും വലിയ പ്രശ്നമല്ല. 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം. പ്രേമിച്ചൊക്കെ നടന്നെങ്കിലും അധികമൊന്നും അവർ കറങ്ങാൻ പോയില്ലെന്ന് എനിക്ക് തോന്നി. കാര്യം എൻ്റെ മകൾ കുറച്ച് ഷൈ ടൈപ്പാണ്. അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നിനും എടുത്തു ചാടാൻ പറ്റില്ല. പിന്നെ അച്ഛനെ ഭയങ്കര പേടിയുമാണ്. പുള്ളിക്കാണെങ്കിൽ എല്ലായിടത്തും സുഹൃത്തുക്കളുമുണ്ട്. അവൾ എവിടേക്ക് തിരിഞ്ഞാലും അറിയും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് രണ്ടുപേരും തമ്മിൽ പ്രേമമല്ലാതെ അതിൽ കൂടുതൽ അടുപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാര്യം അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പണ്ടേ നാണവും ചമ്മലും ഒക്കെ ഉണ്ട്. സാധാരണ പ്രേമിക്കുന്ന പിള്ളേരുടെ ഇടയ്ക്ക് എടാ വാടാ പോടി അങ്ങനെയൊക്കെയുള്ള ബന്ധമല്ലേ? അങ്ങനെയൊന്നും ഇവളിൽ കണ്ടിട്ടില്ല. കുറച്ച് അടക്കവും ദുഃഖവും അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അവരുടെ അന്തർധാരയെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇനി യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ എല്ലാം ആസ്വദിക്കാമല്ലോ. പിന്നെ 2 മാസം കഴിഞ്ഞാണ് എൻ്റെ മകളുമായിട്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. വിവാഹം കഴിഞ്ഞ് അവർ പല സ്ഥലത്ത് ഹണിമൂണിന് പോയി, ടൂറിന് പോയി, അങ്ങനെ പല രീതിയിലും അവർ എൻഗേജ്ഡ് ആയിരുന്നു. വിളിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത്. എങ്കിലും അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഒന്ന് ചോദിക്കണമല്ലോ. എൻ്റെ അമ്മ പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന് 2-3 മാസമായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു സ്നേഹമുള്ളവനാണെന്ന്. അമ്മ അപ്പം എന്നോട് പറഞ്ഞു, സ്നേഹം മാത്രമുള്ളെങ്കിൽ ജീവിക്കാൻ വലിയ പാടാണ് മോളെ. മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഭർത്താവ് വേറെ രീതിയിൽ എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചതെന്ന്. ഞാൻ ചമ്മലോടുകൂടി പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്. അമ്മ ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് മോളിയിട്ട് അമ്മ എന്നോട് പറഞ്ഞു. ഇതൊക്കെ ചോദിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കാര്യം 2-3 വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് ശരിയല്ല, അവന് വേറെ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയരുതല്ലോ. ആദ്യമേ തന്നെ നല്ല രീതിയിൽ പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രസം തോന്നുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഏത് പ്രായത്തിലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. ഞാൻ എപ്പോഴാണ് അമ്മയോട് ചോദിച്ചത്, അല്ല അമ്മയും അച്ഛനും തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന്. ആ, നിൻ്റെ അച്ഛൻ ഏറ്റവും നല്ലൊരു ഭർത്താവായിരുന്നു എല്ലാ കാലത്തും. അതുകൊണ്ടല്ലേടി ഞാൻ ഈ പ്രായത്തിലും ഇങ്ങനെ ചുറുചുറാൻ നിൽക്കുന്നത് എന്ന് പറയുമായിരുന്നു. എന്തായാലും അമ്മയുടെ ആ രീതി തന്നെയാണ് മകളോട് ഞാൻ ചോദിച്ചത്. ഒന്നാമതേ ഇവൾ എന്നെയോ അമ്മയെ പോലെയല്ല, ഇത്തിരി പതിഞ്ഞ സ്വഭാവമാണ്. ഞങ്ങളുടെ ഇവിടെ കിടന്ന് ഇളകുന്ന പോലെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇളകുമോ എന്ന് സംശയമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിശദമായി ചോദിച്ചു, എടി മറ്റു കാര്യങ്ങളിലൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അമ്മ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, നന്നായിട്ടൊന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പ്രേമിച്ച് നടന്നല്ലേ കുറേ വർഷം, അപ്പോൾ നിങ്ങൾക്ക് ഒരടുപ്പവും ഇല്ലായിരുന്നു? അങ്ങനൊന്നുമില്ല, ഫോൺ വിളിക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വല്ല കോഫി ഷോപ്പിലും പോയി കോഫി കുടിക്കും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പം എല്ലാം ക്ലിയർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. അമ്മ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചുഴിഞ്ഞ് ചോദിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ചോദിക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട്.
കാരണം ഇപ്പോഴത്തെ കാലത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ ചോദിച്ചു, എന്താടി? അല്ല അമ്മേ, ഞാൻ ചെറിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും പറയുമോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും പറയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അങ്ങ് പറഞ്ഞു. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ്, അമ്മയും മകളുമാണെന്നുള്ള കാര്യം നീ അങ്ങ് മറക്കുക. പറയാൻ പറ്റാവുന്ന കാര്യമാണെങ്കിൽ പറയുക. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം പരിഹരിക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിൽ വഴക്കും വക്കാണൊന്നുമില്ല, പിന്നെ എന്താടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മേ, എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ചേട്ടനെ ഞാൻ ഇതുവരെ അടുപ്പിച്ചിട്ടില്ല. എന്തിനാ നിനക്ക് പേടി? ആണുങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ നിനക്ക് പേടിയാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനടി അവനെ പ്രേമിച്ചത്? ഭർത്താവ് എത്ര കൊതിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവനുമായിട്ട് അടുത്ത് പെരുമാറാതിരുന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ സഹിക്കില്ലടി. അവരെ വിശന്ന് വലഞ്ഞ സിംഹത്തെ പോലെയാണ്, ചാടി വീഴുന്നവരാണ്. അല്ലാതെ നീ ഇങ്ങനെ കാത്തു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം പ്രശ്നമാകും, വിവാഹമോചനത്തിൽ കലാശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, മറ്റു രീതിയിൽ ചേട്ടൻ പറയുന്നത് പോലെ എല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേട്ടന് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെയുമാണ്. പക്ഷേ എനിക്കെന്തോ കൂടുതൽ അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തെളിച്ചങ്ങ് പറ, എന്തുകൊണ്ടാണ് അവനുമായി കൂടുതൽ അടുക്കാൻ പറ്റാത്തത്? അമ്മേ, അത് പിന്നെ ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി. ആഹാ, അതെന്താ അങ്ങനെ പേടിക്കാൻ കാര്യം? അമ്മയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, സാധാരണ ആണുങ്ങളെപ്പോലെയൊന്നുമല്ല. എനിക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി, അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്, നിനക്ക് മറ്റാളുകളോട് പരിചയമില്ലല്ലോ. കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഞെട്ടലൊക്കെ പെണ്ണുങ്ങൾക്ക് തോന്നാം, അയ്യോ ഇതൊക്കെ ഞാനെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്. പക്ഷേ കൈകാര്യം ചെയ്യുന്ന അറയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല മോളെ, എല്ലാം സ്മൂത്തായിരിക്കാം. നമുക്കിപ്പോൾ പാചകം ചെയ്യാൻ മടിയാണെങ്കിലും ഒന്ന് പരീക്ഷ തുടങ്ങുമ്പോൾ നമുക്ക് കൈത്തഴക്കവും പഴക്കവും വരില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. ഓ അമ്മേ, ഇപ്പം തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്, കഴുത്തിന് വരെ വേദനയാണ് എന്ന് പറഞ്ഞ് അവൾ എന്നെ നോക്കി. ആഹാ, അപ്പം മോള് കഴുത്തുകൊണ്ടാണോ ഇപ്പോൾ അവിടെ കലാപ്രകടനം നടത്തുന്നത് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ നോട്ടം. അവൾ അങ്ങനെ പറഞ്ഞു. അത് തന്നെ ബുദ്ധിമുട്ടാണെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ സാധാരണ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ഇഷ്ടവുമാണ്. എന്നാൽ സാധാരണ പെണ്ണുങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നീ ഒട്ടും സമ്മതിക്കുന്നുമില്ല. അതെന്തൊരു കൂത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം കൂടുണ്ട്, ഇനി എന്താണ് ഈ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അമ്മേ, ചേട്ടൻ ആദ്യ ദിവസം തന്നെ എന്നോട് പറഞ്ഞത് മുൻ വാതിലല്ല പിൻവാതിലാണ് ഏറ്റവും പ്രിയം എന്നാണ് പറഞ്ഞത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും ഇഷ്ടമല്ല, താല്പര്യമില്ല, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാരമില്ല, പതിയെല്ലാം ശരിയാകുമെന്ന് വെച്ച് ആദ്യ ദിവസം തന്നെ പിൻവാതിൽ പ്രവേശനത്തിന് ശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടി വന്നത്. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ ഉടക്കുണ്ടാക്കി. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ രണ്ടുപേരും ഒരു കരാറ് പോലെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് പേടി മാറുന്നതുവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും സമ്മതിക്കണം, ഇല്ലെങ്കിൽ വിവാഹമോചനം നടക്കും എന്നൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും. തമാശയാണോ കാര്യമാണോ എന്ന് എനിക്കറിയില്ലമ്മേ. അതുകൊണ്ട് ഞാൻ ശരിക്കും വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഈ ഒരു പിൻവാതിൽ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് പൂമുഖവും തുറക്കാൻ പറ്റുന്നില്ല. അതും ഒരു പ്രശ്നമാണ്. എന്നാൽ പുള്ളി പൂമുഖം തുറക്കാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുന്നുമില്ല. എപ്പോഴും പിൻമുറ്റത്തെക്കുറിച്ചാണ് സംസാരം. അതാണ് ജീവിതത്തിൽ ഏറ്റവും രസകരമെന്ന് എന്നോട് പറഞ്ഞമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. അത് കൊള്ളാവലോടി, ഇതാണോടി ന്യൂ ജനറേഷൻ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ അമ്മേ, ഞാനിപ്പോൾ ഇടുന്നതൊക്കെ വള്ളി പോലുള്ള ചില കാര്യങ്ങളാണ്. സാധാരണ സ്ത്രീകൾ ഒന്നും ഉപയോഗിക്കാൻ പുള്ളിക്കാരന് സമ്മതമല്ല. വീടിലൊക്കെ കാണില്ലേ ചില വള്ളികൾ പോലെ നിർമ്മിച്ചത്, അതുമാത്രമേ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലാകുമ്പോൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ വഴക്ക് പറയും. ആ, അതിപ്പോൾ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യം, നീങ്ങിലിട്ടോണ്ട് നിൽക്കുന്നത് കാണാമെന്നല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ആ, അങ്ങനെയാണെങ്കിലും മതി. ചില സമയത്ത് അങ്ങനെ നോക്കി ഞാൻ മുന്നിൽ കൂടെ നടന്നാൽ മതി, അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നാൽ മതി. എന്നോട് പല പൊസിഷനിലും ഇരിക്കാൻ പറയും. ആ സമയത്ത് പുള്ളി സ്വന്തം കാര്യം നോക്കിക്കോളും. ഞാൻ പറഞ്ഞു, എടി, ഇവനെന്തോ പ്രശ്നമുണ്ട്. വലിയ വലിയ വീട്ടിലെ ചെക്കന്മാരല്ലേ, ഇവൻ വല്ലതിനും അഡിക്റ്റ് ആണോടി? വല്ലതും വലിക്കുന്നതോ വല്ലതും ഉപയോഗിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ? അയ്യോ, പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ.
അതൊന്നും എനിക്കറിയില്ലമ്മേ. ചില സമയത്ത് മദ്യപിക്കാറുണ്ട്, മദ്യം എന്നോട് കുടിക്കാൻ പറയാറുണ്ട്, ചിലപ്പോൾ നിർബന്ധിക്കാറുമുണ്ട്. കാര്യം പാർട്ടി കൾച്ചറിൽ അത് ആവശ്യമാണ്. പാർട്ടിയൊക്കെ വരുമ്പോൾ ഇത്തിരി കുടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാണ്. എടി, വേറെ വല്ല പ്രശ്നമുണ്ടോ? ഉപദ്രവിക്കുക മറ്റോ ചെയ്യുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കൂടുതലും പറച്ചിലാണ്. ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. ഞാൻ വേണ്ടാന്ന് പറയുമ്പോഴേക്കും എന്നോട് ഉടക്കും വഴക്കും ഒക്കെയാണ്. പക്ഷേ പിറ്റേ ദിവസമായി കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. പിന്നെയും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എതിർത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ആ, നോക്കാം, പിന്നീടാകട്ടെ, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോവുകയും ചെയ്യാം. ഷൂ, വല്ലാത്ത വിചിത്രമായ കാര്യമാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തിൻ്റെ കേടാ? ജനറേഷൻ മാറിയെന്ന് പറഞ്ഞത് എത്ര കറക്റ്റാ. അവന് മാനസികമായ വല്ല പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ എന്തോ ചില ക്രേസിനെസ്സുകളൊക്കെ ഉണ്ട്. അല്ലാതെ നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമാത്രമല്ല, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യും, മറ്റുള്ളവരോട് നല്ല സ്വഭാവമാണ്. അല്ലാത്ത സമയത്തൊക്കെ നിന്നോട് സ്നേഹമാണോ? പിന്നെ സ്നേഹമാണ്. ATM കാർഡൊക്കെ എൻ്റെ കയ്യിൽ തന്നേക്കാണ്. പൈസയുടെ കണക്ക് പോലും ചോദിക്കില്ല. ആ, നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ ഈ ചെക്കൻ എന്താ ഈ കാര്യത്തിലൊക്കെ തലതിരിച്ചിൽ കാണിക്കുന്നത്? ഞാൻ ഇടപെടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട, അമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമാകും. പിന്നെ അമ്മ കുത്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ മകളുടെ കാര്യമല്ലേ, ഞാനാണെങ്കിൽ അവനോടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിലോർത്തു. പിന്നെയും ഓർത്ത് മരുമകനല്ലേ, എങ്ങനെയാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. എന്നിരുന്നിട്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് അവളോട് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ഏയ്, അതിലൊന്നും മാറ്റമില്ലെന്ന്. എങ്കിൽ പിന്നെ ഒരു ദിവസം അവനോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കണം തീരുമാനിച്ചു. രാത്രിയിലാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടന്നു. ആ സമയത്ത് ഹസ്ബൻഡിനോട് ചോദിച്ചു, എടി, നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് നീ അസ്വസ്ഥയാണല്ലോ, നിനക്ക് എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. പുള്ളിയപ്പം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എന്തുകൊണ്ട്? സത്യം പറ, മോളുടെ വല്ല കാര്യമാണോ അതോ മോൻ്റെ കാര്യമാണോ? അവരൊക്കെ നിന്നോടാണല്ലോ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞത്, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. പുള്ളി പിന്നെയും വന്ന് കിള്ളുകയും നുള്ളുകയൊക്കെ ചെയ്ത്, ആ, നീ എന്നോട് ഇപ്പോൾ ഒന്നും പറയില്ല, എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവല്ലേ മാഡം, ഞാനാണെങ്കിൽ അങ്ങ് പറഞ്ഞു. അതുമാത്രമല്ല, ഈ പ്രായത്തിലും അദ്ദേഹത്തിനോട് നല്ല സ്നേഹമുണ്ട്. അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും ആവശ്യമില്ലെങ്കിലും എനിക്ക് വേണ്ടി മണിക്കൂറുകളോളം ആ മനുഷ്യൻ ആഴ്ചയിൽ 3, 4, 5 ദിവസം സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ. അപ്പം എങ്ങനെ പറയാതിരിക്കുന്നത്? ഞാൻ ഈ കഥകളൊക്കെ വള്ളിപ്പുള്ളി വിടാതെ ഭർത്താവിനോട് അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ആദ്യം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. എന്താടി, അവൻ പ്രേമിക്കാൻ പറഞ്ഞു വന്നു, എന്നിട്ട് അവസാനം എന്ത് തോന്നിയസാ കാണിക്കുന്നത്? നമ്മുടെ മോള്, അവൾ ഇത്തിരി നാണം കുടുങ്ങിയ പാവമാണെന്നറിയില്ലേ? ഒരു പെണ്ണിനോടാണോ അവനിങ്ങനെ മുന്നാമ്പുറം പിന്നാമ്പുറം എന്നൊക്കെ പറഞ്ഞത്? അടിച്ചങ്ങ് ഒടിക്കണം അവനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എടി, നീ ഒരു പെണ്ണല്ലേ, അമ്മായിമ്മയല്ലേ, അവനോട് നീയാണോ സംസാരിക്കുന്നത്? നോക്കട്ടെ മനുഷ്യ, ഇതൊക്കെ സംസാരിക്കാനുള്ള വിവേകവും വിദ്യാഭ്യാസം എനിക്കില്ലേ? ഉണ്ട്, എങ്കിലും നീ ഒരു സ്ത്രീയല്ലേ, പിന്നെ സ്ത്രീക്ക് എന്താ സംസാരിച്ചുകൂടെ? നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ചോദിക്കാം, പതുക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ചോദിക്കണം. പിന്നെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേ മാഡം ഒരു സ്ത്രീ എന്നെ വിളിച്ചു, നിങ്ങളുടെ മരുമകൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഞാൻ ഒരു കൗൺസിലറാണ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്ത് കൗൺസിലർ? വാർഡിൻ്റെ ആണോ? അല്ലല്ല, ഞാൻ സൈക്കോളജി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ മരുമകൻ എൻ്റെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാമോ? ഇല്ലെങ്കിൽ നാളെ ഞാനൊരു അപ്പോയിൻമെൻറ്റ് ടൈം തരാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന്. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇനി മരുമകൻ മകളെ നിർബന്ധിച്ചിട്ട് തനിയൊരു സൈക്കോളജിക്കൽ കൗൺസിലർ വല്ലതും കാണാൻ പോയതാണോ എന്നെനിക്ക് തോന്നി. അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ പിന്നെയും ആ കൗൺസിലർ എന്നെ വിളിച്ചു. മരുമകനെ കുറച്ച് നാണമുണ്ട്, അതുകൊണ്ടാണ് വിളിക്കാത്തത്, ഫോൺ എടുക്കാത്തത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ ചെന്നു. അവിടെ എൻ്റെ മരുമകനും റൂമിനകത്തുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ മാഡം എന്നോട് പറഞ്ഞത്, എൻ്റെ മരുമകൻ അവിടെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നതാണ്. അതായത് ഭാര്യ ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല, പേടിയാണ്, അവൾ ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചെങ്കിലും അവൾ ഒതുങ്ങി മാറി നിൽക്കുകയാണ്, ഇതുവരെ അടുക്കുന്നില്ല, കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് വരുന്നില്ല, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴാണ് മരുമകൻ തന്നെ പറഞ്ഞത്, അവളുടെ അമ്മയ്ക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സംസാരിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടാകും, മാഡം ഒന്ന് വിളിക്കാമോന്ന്. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കഥയെല്ലാം മാറി. ഞാൻ പറഞ്ഞു, എൻ്റെ മകളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൾ ഇങ്ങനെയുള്ള
മുന്നാമ്പുറ പിന്നാമ്പുറ കഥകളാണ് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. മരുമകൻ അവളെ വേഷം കെട്ടിച്ച് നടത്തിക്കുകയാണ്, അത് കണ്ട് രസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് മരുമകൻ നന്നായി ഞെട്ടുന്നത് കണ്ടു. കൗൺസിലർ ഒന്ന് ഞെട്ടിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും മരുമകൻ പറഞ്ഞു, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവളോട് വളരെ നോർമലായിട്ടാണ് ഇടപെടുന്നത്. അവൾ പറയുന്നതൊക്കെ എന്തോ ഭാവനയാണ്. ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഞാൻ വള്ളിയും പുള്ളിയും ഒന്നും ഉള്ളത് ഇടാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ എനിക്ക് വേണ്ടി ഒരു കഴുത്ത് വേദനിപ്പിക്കുന്നില്ല. ആക്ച്വലി അവളും ഞാനും തമ്മിൽ ഒന്നും നടന്നിട്ടില്ല. പിന്നെ പ്രേമമുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാണ്. ഇപ്പോൾ ഇത്രയും നാളായി അവൾക്ക് എന്തെങ്കിലും മാനസികമായ രോഗമുണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അത് കേട്ട് ഞാനും ഞെട്ടി. എന്ത് ചെയ്യാനാണ്? ആര് പറഞ്ഞതാ ശരിയെന്ന്? അപ്പോൾ കൗൺസിലർ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ മോളെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നമുക്ക് 4 പേർ കൂടി ഇരുന്ന് സംസാരിക്കാമെന്ന്. എൻ്റെ മകളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ഭർത്താവ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, വെറുതെ പോയതാണ് കൗൺസിലറിൻ്റെ അടുത്ത്, എന്നെ അവമാനിക്കാൻ വേണ്ടിയാണ്, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അവസാനം അവളുടെ കയ്യിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി മാഡം. ഞാൻ ഒരാട്ടം കാട്ടി, മര്യാദയ്ക്ക് വന്നോണം, ഇല്ലെങ്കിൽ എൻ്റെ തനി ഗുണം അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണെൻ്റെ കൂടെ തത്തിത്തുള്ളി വന്നു മാഡം. അങ്ങനെയാണ് അവളും അവനും ഞാനും കൂടെ കൗൺസിലറിൻ്റെ മുന്നിൽ പോയത്. അവർ തിരിച്ചും മറിച്ചും പല കാര്യങ്ങളും ചോദിച്ചിട്ടും അവൾ ആദ്യമൊക്കെ അങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞ ശേഷം ഇതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ എൻ്റെ മകളെ തന്നെ കൂടുതൽ ഒന്ന് വിശദമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് മാഡം കാര്യങ്ങൾ മനസ്സിലായത്. എൻ്റെ ഭർത്താവും എൻ്റെ മകളും, അതായത് സ്വന്തം അച്ഛനും മകളും തമ്മിൽ പ്രണയപൂർവമായ പല കാര്യങ്ങളും കുറേ വർഷങ്ങളായി നടന്നു പോകുന്നുണ്ടെന്ന് കഥ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഭർത്താവിനെ വലിയ തെറ്റി പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ മോള് സൈലൻ്റായിട്ട് ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഒക്കെ നോക്കിയിട്ട് പലവിധ സ്വപ്ന രാജ്യങ്ങളും ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അവൾക്ക് പെർഫെക്റ്റായ ഒരു പുരുഷൻ തോന്നിയത് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പല ട്രിക്കുകൾ എടുത്തു. എൻ്റെ ഭർത്താവ് ആദ്യമൊക്കെ അത് ചേർത്ത് നിന്ന് കാണും. പക്ഷേ ഇവൾ പപ്പയോടങ്ങ് സ്നേഹം അങ്ങ് ഭാവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വീഡിയോയിൽ കണ്ട പല കാര്യങ്ങളിലും അവൾ അവളുടെ അച്ഛനെ നിർബന്ധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടന്നതാണ്. അതിന് അവൾ അച്ഛനെ നിർബന്ധിക്കുകയും അച്ഛൻ അതിലെല്ലാം പങ്കാളിയാകുകയും ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവൻ പുറകെ നടക്കുകയായിരുന്നല്ലോ. ആദ്യമൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് വേണ്ടയാൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നീട് ഞങ്ങളോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വന്തം അച്ഛനാണ് നിർബന്ധിച്ചത്. എടി, എന്തായാലും ഒരുത്തിനെ കല്യാണം കഴിക്കണം, അങ്ങനെയുള്ളവനെ കല്യാണം കഴിക്കുക, അല്ലാതെ എന്നും വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അവൾ ആ പ്രേമത്തിന് സമ്മതിച്ചു. അങ്ങനെ പോയി കല്യാണമായി. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് വിദഗ്ധമായിട്ട് എന്നോട് എന്തുമാത്രം അഭിനയിച്ചു എന്നുള്ളതും ഇവിടെ പറയേണ്ടതാണ് മാഡം. പിന്നീട് കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും അനേക പരീക്ഷണങ്ങൾ നടത്തിയവരുമാണ്. അങ്ങനെയാകുമ്പോൾ എന്തായാലും പരീക്ഷണത്തിൻ്റെ വികാസത്തിൻ്റെ പരിണിത ഫലങ്ങൾ അവിടെ കാണാതിരിക്കുമോ? ഭർത്താവിന് ഒറ്റ നോട്ടത്തിലെല്ലാം മനസ്സിലാകും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മുൻവാതിലും പിൻവാതിലും ഒന്നും അവൾക്ക് അടയ്ക്കാനോ തുറക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നത് കൊണ്ടാണ് അവൾ പല കാര്യങ്ങളും പറഞ്ഞ് ഭർത്താവിനോട് അകന്നത്. പിടിക്കപ്പെടുമെന്നുള്ള പേടി. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെ പ്രശ്നങ്ങളായി വിവാഹമോചനം നടക്കുകയാണെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കാം. വീട്ടിൽ പിന്നെയും ജോലിയല്ലേ. ഈ കാര്യങ്ങളെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. വലിയ ഷോക്കും ദുഃഖവും ഒക്കെയായിരുന്നു. മരുമകനോടും എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. അവസാനം ഞങ്ങൾക്കെല്ലാം നല്ല കൗൺസിലിംഗ് കിട്ടി മാഡം. പക്ഷേ മനസ്സിൽ അപ്പോഴും ചില പ്രശ്നങ്ങൾ ബാക്കിയായിരുന്നു. ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് മാപ്പ് പറഞ്ഞു. അതുമാത്രമല്ല, മകളാണ് മുൻകൈ എടുത്തതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ശരിയാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഭർത്താവിനോടൊന്നും പറയാനും പറ്റില്ല. എൻ്റെ മകളെ ഞാൻ വളർത്തദോഷം എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മരുമകനും ഒന്നായിഞ്ഞു. ഇനി അവളെ ഇങ്ങോട്ട് വിടില്ല. അവൾക്കും മരുമകനോട് നിന്നാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം അക്സെപ്റ്റ് ചെയ്താണ് അവർ പിന്നീട് ഓക്കെ ആയത്. രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് പരസ്പരം സഹകരിച്ചു പോകുന്നു. ഇതിനിടയ്ക്ക് ഞാനും മരുമകനും തമ്മിൽ ഒത്തിരി അടുത്തു. അവനാണെങ്കിൽ എന്നോട് ഒത്തിരി സ്നേഹത്തോട് പെരുമാറുകയും അതേപോലെ എന്നെ ചേർത്ത് നിർത്തി പോപ്പോ തുടങ്ങിയ ചില കാര്യങ്ങളും അവൻ കുസൃതി കാണിക്കാൻ തുടങ്ങി. വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാറി നിൽക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും അതിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവളായി മാറുകയും ചെയ്തു. ഇതിനിടയ്ക്ക് അവൻ ഒരു ദിവസം വീട്ടിൽ ഉച്ചയ്ക്ക് വന്നു.
അവൻ എന്നോട് പറഞ്ഞത് അവനാകെ കൂടി ഒന്ന് മൈൻഡ് റിലാക്സ് ആകണമെന്ന്. അന്ന് റിലാക്സ് ആകാൻ എനിക്ക് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കും വ്യത്യസ്തതയുടെ നൂൽപ്പാലം കഴിഞ്ഞുള്ള സ്വർഗ കവാടം ഞാനും ഒത്തിരി കണ്ടിട്ടാണ് അവനെ തിരിച്ചു വിട്ടത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനിടയ്ക്ക് നടക്കുകയും ചെയ്തു. പലപ്പോഴും മാത്രം മകള് അറിയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ അടുപ്പമില്ലേന്ന്. ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞത്. അവൾ പറഞ്ഞു, ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്. കാര്യങ്ങൾ ഒരു പ്രശ്നവുമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോയിക്കോട്ടെ, ആരും അറിയണ്ട. പക്ഷേ അമ്മ പഴയതുപോലെ പപ്പയോട് ചേർന്നിരിക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങളും മരുമകനും തമ്മിലുള്ള പ്രയാണം തുടരട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും നന്നായി മുന്നോട്ട് പോകും. പിന്നെ പപ്പയും ഞാനും തമ്മിൽ സ്മൂത്തായി പോയിക്കോട്ടെ. അമ്മയും പപ്പയും തമ്മിലും ഓക്കെ, പ്രശ്നമൊന്നുമില്ല. 4 പേർക്ക് ചേർന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞ് അവളെന്നെ നിർബന്ധിക്കുകയാണ് മാഡം. അത്രയും വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി മുന്നോട്ട് പോകാൻ പറ്റുമോ? പിന്നെയും ഇതൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയും എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട് മാഡം. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ കഥ ഭാവനയാണെങ്കിലും യഥാർത്ഥമാണെങ്കിലും ഒരിക്കലും നമ്മൾ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകരുത്. വീട്ടിനുള്ളിൽ അനാവശ്യമായ ഒരു വൃത്തബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ഒരിക്കലും സമൂഹമോ അല്ലെങ്കിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഒരു മനുഷ്യരും നിങ്ങളോട് കൂടെ ചേർന്നിരിക്കുകയില്ല. എല്ലാവരും പഴി പറയുകയുള്ളൂ. അത് ആദ്യം ഓർക്കുക. അപ്പോൾ എനിക്കൊരിക്കലും ഇത്തരം ബന്ധത്തെ അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷേ സദാചാരം അല്ലെങ്കിൽ ബന്ധങ്ങൾ, സമൂഹത്തിൻ്റെ രീതി, ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതം അവനവൻ്റെ റിസ്ക്കാണ്. റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും പ്രശ്നങ്ങളില്ല, പുറത്തുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്കിടയിലും പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കാണിക്കുന്നതെന്നുള്ളത് പുറം ലോകം അറിയേണ്ട കാര്യമില്ല. പക്ഷേ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അത് നല്ലതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചീത്ത കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൂട്ടം കൂടാറുണ്ട്. അത് പക്ഷേ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളൊരു ചീത്ത കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗാദർ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് കാഴ്ചക്കാരായി നിൽക്കാനേ പറ്റുകയുള്ളൂ. പക്ഷേ അത് അവർ മാനേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കോർഡിനേഷൻ വേണമെങ്കിലും ചെയ്യാം. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പൂർണ്ണമായ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ 4 പേർക്കും മാനേജ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. നിങ്ങളും ഈ പറഞ്ഞതുപോലെ അനാവശ്യമായുള്ള കണ്ടം ചാട്ടങ്ങളൊക്കെ നിർത്തിയിട്ട് സ്വന്തം ഭർത്താവിനെ നോക്കുക, മകൾ സ്വന്തം ഭർത്താവിനെ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല. അതാണ് നല്ല ജീവിതം. ബാക്കി നിങ്ങളുടെ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ കംപ്ലയിൻറ്റ്സ് കാണരുത്, പുറത്തുള്ളവർ അറിയരുത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. നമ്മളോട് ചോദിച്ചാൽ നമുക്കതിൽ ഉത്തരവില്ല.